السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. അർഹമുറാഹിമായ അള്ളാഹു അവന്റെ ഉത്തമരായ അടിമകളിൽ സാധുക്കളായ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും അവൻ വിട്ടുപുറത്ത് മാപ്പാക്കി അവന്റെ നല്ല മുത്തഖീങ്ങളിൽ മോമിനുകളിൽ നമുക്ക് പ്രവേശനം നൽകി അവർക്ക് നൽകുന്ന ആദരവ് സാധുക്കളായ നമുക്കും അവൻ നൽകുമാറാവട്ടെ. ഇന്ന് നമുക്ക് ഓതാനുള്ള സൂറത്ത് ത്വാഹയാണ്. ത്വാഹ സൂറത്താണ്. ഈ സൂറത്ത് ഹിജ്റയുടെ മുമ്പ് ഇറക്കപ്പെട്ടത് കൊണ്ട് ഇത് മക്കീയത്തിലാണ്. എന്നാൽ ഇതിലെ 121 ആയത്തുകൾ മദനീയത്താണ്. ഈ സൂറത്തിന്റെ ആകെ ആയത്തുകളുടെ എണ്ണം 135 140 42 പറഞ്ഞവരുണ്ട്. അത് ആയത്തുകളുടെ വഖഫിലുള്ള ഒരു തർക്കമാണ്. സൂറത്തു ത്വാഹ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അത് മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ പേരാണ് എന്ന് പറഞ്ഞവരുണ്ട്. അപ്പൊ ത്വാഹ എന്ന് പറഞ്ഞാൽ യാ ത്വാഹ എന്നും ഓ മുഹമ്മദ് നബിയെ. അതല്ല, ത്വാഹ എന്നാൽ നിങ്ങൾ ചവിട്ടുഹ ഭൂമിയെ. റസൂലുള്ളാഹിയോട് തഹജ്ജുദ് നിസ്കരിക്കാനുള്ള കൽപ്പന ഉണ്ടായപ്പോൾ തഹജ്ജുദ് വളരെ നീട്ടി കുറേ സമയം നിസ്കരിച്ചു. അങ്ങനെ കാലില് നീര് വന്നതൊക്കെ നാം കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ ഒരു കാലിൽ ഇങ്ങനെ ഭാരം കൊടുത്തുകൊണ്ട് നിൽക്കുന്നു, പിന്നീട് കുറെ കഴിയുമ്പോൾ മറ്റേ കാലിലേക്ക് ഭാരം കൊടുക്കുന്നു. എന്നാൽ ഇങ്ങനെ ചെയ്യരുത്. ഇത് ഈ വിഷയത്തിലൊരു മിതത്വം പാലിക്കണം എന്ന് കൽപ്പിച്ചുകൊണ്ട് ആ ഭൂമിയിൽ നിങ്ങൾ ചൊവ്വായിട്ട് നിന്ന് ശരിയായിട്ട് ചവിട്ടു എന്ന അർത്ഥത്തിന് ത്വഹ എന്നാണെന്ന് പറഞ്ഞവരുമുണ്ട്. മുൻഗാമികളായ മുഫസ്സിറുകൾ കൊടുക്കുന്ന തഫ്സീർ നാം നേരത്തെ കേട്ടതാണ്. അല്ലാഹു അഅലമു ബി മുറാദിഹി ബിദാലിക. തഫ്സീർ ജലാലൈനിയിൽ അങ്ങനെ കാണാൻ കഴിയും. ഇതുകൊണ്ട് അള്ളാഹു എന്താണോ ഉദ്ദേശിക്കുന്നത് അത് അള്ളാഹുവിനെ അറിയൂ. നമുക്ക് അതിന്റെ അപ്പുറത്തേക്ക് കടക്കേണ്ടതില്ല. നമുക്ക് സൂറത്തിലേക്ക് കടക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ തൻസീലൻ മിമ്മൻ ഖലഖൽ അർള വസ്സമാവാതിൽ ഉലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ പേരുച്ചരിച്ചുകൊണ്ട്. റഹ്മാനുദ്ദുന്യയാകുന്നു അവൻ, റഹീമുൽ ആഖിറത്താകുന്നു. അങ്ങനെയുള്ള അള്ളാഹുവിന്റെ പേരുച്ചരിച്ചുകൊണ്ട് അനുഗ്രഹമുടയവനായിട്ട് സൂറത്തു ത്വാഹയുടെ പാരായണം ഞാൻ ആരംഭിക്കുന്നു. ത്വാഹ ഇതിന്റെ അർത്ഥം നാം പറഞ്ഞു കഴിഞ്ഞു. മാ അൻസൽനാ അലൈക, നബിയെ തങ്ങളുടെ മേൽ ഞാൻ ഇറക്കിയിട്ടില്ല. അൽ ഖുർആനായി ഖുർആനിനെ ഇറക്കിയിട്ടില്ല. ലിതശ്ഖാ, നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ വേണ്ടി, നിങ്ങൾക്ക് സുഖത്തിന് വേണ്ടിയിട്ടാണ്. ഈ ലോകത്തും പരലോകത്തും സുഖം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഖുർആൻ ഇറക്കിയിട്ടുള്ളത്. തശ്ഖാ എന്ന് പറഞ്ഞാല് ശഖാവത്ത്, ബുദ്ധിമുട്ടുണ്ടാകാൻ വേണ്ടിയിട്ടല്ല. ഖുർആൻ ഇറങ്ങിയതിന് ശേഷം റസൂലുള്ള രാത്രിയിൽ ദീർഘസമയം നിസ്കരിച്ചിരുന്നു. അങ്ങനെ നിസ്കരിച്ചപ്പോൾ റസൂലുള്ളാഹിയോട് ഒരു ഉണർത്തലാണ്, ഖഫിഫ് അൻ നഫ്സിക എന്ന്. നബിയെ, തങ്ങളുടെ നഫ്സിന് നിങ്ങൾ ഒരു ലഘൂകരണം നടത്തണമെന്ന നിർദ്ദേശമാകുന്നു. അതിന്റെ ആമുഖമാണ്. ഈ ഖുർആനിനെ നിങ്ങളുടെ മേൽ ഇറക്കിയിട്ടുള്ളത് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. ഇല്ല, പക്ഷേ ഈ ഖുർആനിനെ ഇറക്കിയിട്ടുള്ളത് തദ്കിറത്തൻ, ഉപദേശവും നിർദ്ദേശവും ഒക്കെ നൽകാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകുന്നു. ലിമൻ യഖ്ശ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾക്ക്
ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് ഉപദേശിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഖുർആൻ. ഇതിനെ ഇറക്കിയത് ആരാണെന്നറിയുമോ? തൻസീലൻ, ഇതിനെ ഒരു ഇറക്കൽ ഇറക്കിയിരിക്കുന്നു. അത് മിമ്മൻ ഖലഖൽ അർള വസ്സമാവാത്തിൽ ഉല, ഉന്നതമായ ആകാശങ്ങളുടെയും ഈ ഭൂമി ലോകത്തിന്റെയും സൃഷ്ടികർമ്മം നിർവഹിച്ചവനായ അള്ളാഹുണ്ട്. അവനിൽ നിന്നാണ് ഈ ഖുർആനിനെ ഇറക്കൽ എന്ന സംഗതി ഉണ്ടായിട്ടുള്ളത്. ഇത് ചെറിയ സംഗതിയല്ല. വലിയ ശക്തിയായ ആകാശ ലോകത്തും ഭൂമി ലോകത്തും അവനാണുള്ളത്. ഇതിന്റെ ഒക്കെ സൃഷ്ടിക്കൽ അവനാണ് നടത്തിയിട്ടുള്ളത്. അങ്ങനെയുള്ള വലിയ ശക്തനായ അള്ളാഹുവാണ് ഈ ഖുർആനിനെ ഇറക്കിയിട്ടുള്ളത്. ഇത് ചെറിയ കാര്യമല്ല. അല്ലാഹ് അർറഹ്മാനു അലൽ അർശി ഇസ്തവാ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി വമാ ബൈനഹുമാ വമാ തഹ്തസ്സറാ. അർറഹ്മാനു, റഹ്മാനായ അള്ളാഹു, അവനല്ലേ ഖുർആൻ ഇറക്കിയത്? അതെ. അലൽ അർശി, അർശ് എന്ന് പറയപ്പെടുന്ന ഒരു മഹാലോകമുണ്ട്. ആ അർശിന്റെ മുകളിൽ പോലും ഇസ്തവ, അവൻ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു. ഭൂമി ലോകത്ത് അവന്റെ ഭരണമാണുള്ളത്. ആകാശ ലോകത്തും അവന്റെ നിയന്ത്രണമാണുള്ളത്. എന്നാൽ ഈ ആകാശവും ഭൂമിയും ഒക്കെ കൂടി ഒരുമിച്ച് കൂട്ടിയിട്ട് അർശ് എന്ന ഈ മഹാലോകത്തേക്ക് ചേർത്താൽ അത് വളരെ ചെറിയ ഒരു വലിയ ഭക്ഷണ തളികയിൽ ഒരു ചെറിയ നെല്ലിക്ക വെച്ചതുപോലെ വളരെ ചെറുതാണ് ആകാശം ഭൂമിയൊക്കെ അതിലേക്ക് ചേർത്താൽ. അങ്ങനെയുള്ള അർശിന്റെ മുകളിൽ പോലും അള്ളാഹു അവന്റെ ഭരണം നടപ്പാക്കിയിരിക്കുന്നു, അവന്റെ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു. ലഹു, അള്ളാഹുവിന് മാത്രമാകുന്നു മാഫിസമാവാത്തി വമാഫിൽ അർളി, ആകാശങ്ങളിലും ഭൂമികളിലുമുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന് മാത്രമാകുന്നു, മറ്റാർക്കുമല്ല. ഇവകളൊക്കെ പടച്ചത് അള്ളാഹു. അതുകൊണ്ട് തന്നെ അവിടെയുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹുവിനാകുന്നു. അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ് എല്ലാം നടക്കുന്നത്. ലഹു, അള്ളാഹുവിനാകുന്നു മാഫിസമാവാത്തി, ആകാശങ്ങളിലുള്ള എല്ലാ കാര്യങ്ങളും, വമാഫിൽ അർളി, ഭൂമി ലോകത്തുള്ള സർവ്വ കാര്യങ്ങളും അള്ളാഹുവിന് മാത്രമാകുന്നു. വമാ ബൈനഹുമ, ആകാശങ്ങളുടെയും ഭൂമികളുടെയും ഇടയിലുള്ള സർവ്വ കാര്യങ്ങളും അതും അള്ളാഹുവിനാകുന്നു. വമാ തഹ്തസ്സറ, ഇനി ഭൂമിയുടെ മണ്ണിന്റെ ഒക്കെ അടിയിൽ അതും അള്ളാഹുവിനുള്ളതാകുന്നു. ചുരുക്കത്തിൽ അള്ളാഹുവിൻ്റെതല്ലാത്ത ഒന്നും തന്നെ ഇവിടെയില്ല. ആകാശവും ആകാശത്തിലുള്ളതും ഭൂമിയും ഭൂമിയിലുള്ളതും ഭൂമിയുടെ അടിയിലുള്ളതും ആകാശഭൂമിയുടെ ഇടക്കുള്ളതും എല്ലാം അള്ളാഹുവിനാകുന്നു. ആ അള്ളാഹുവാണ് ഈ പരിശുദ്ധമായ ഖുർആനിനെ ഇറക്കിയിട്ടുള്ളത്. ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഖുർആനിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ഖുർആനിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കേണ്ടതുണ്ട്. കാരണം ഇങ്ങനെയുള്ള ശക്തനായ, ഇങ്ങനെയുള്ള അധികാരമുള്ളവനായ അള്ളാഹുവാണ് ഇതിനെ ഇറക്കിയിരിക്കുന്നത്. അവന്റെ കൽപ്പന നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് നിങ്ങൾ നീങ്ങേണ്ടതുണ്ട്. അതില്ലെങ്കിൽ ഇത്രയും വലിയ ശക്തന്റെ നിർദ്ദേശമാണ് നിങ്ങൾ തള്ളിക്കളയുന്നത് എന്നുള്ള ബോധം നിങ്ങൾക്ക് വേണം. അതിന്റെ ചീത്ത ഫലം നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും എന്നുള്ള ഉണർത്തലാകുന്നു. സൂറത്തു ത്വാഹക്ക് മറ്റൊരു പശ്ചാത്തലമുണ്ട്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ 39 മെമ്പർമാരായ ഒരു കാലഘട്ടം. വളരെ വിഷമിച്ചുകൊണ്ടാണ് അന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്നവർ ജീവിക്കുന്നത്. അവരുടെ കാര്യങ്ങളൊന്നും പരസ്യമാക്കാൻ പറ്റില്ല. അവർക്കൊന്നും ഉറക്കെ ശബ്ദിക്കാൻ പോലും സ്വാതന്ത്ര്യമുണ്ടായിരുന്നില്ല. മക്ക നിവാസികളായ പ്രമുഖ ഖുറൈശികളൊക്കെ ഇതിന് എതിരായിട്ട് തിരിഞ്ഞ കാലഘട്ടമല്ലേ? എല്ലാവരും എതിരാണ്. പ്രമുഖരൊക്കെ മറുഭാഗത്താണുള്ളത്. അങ്ങനെ 39 മെമ്പറായ കാലത്ത് റസൂലുള്ളാഹി ഒരു ദുആ നടത്തി. അല്ലാഹുമ്മ അയ്യിദ് ഹാദദ്ദീന ബി അഹദിൽ ഉമറൈൻ, അള്ളാഹുവെ, രണ്ടാലൊരു ഉമറിനെ ഈ ദീനിന് നൽകിക്കൊണ്ട് ഈ ദീനിനെ നീ ശക്തിപ്പെടുത്തണേ എന്നൊരു ദുആ നടത്തി. ആരായിരുന്നു 2 ഉമർ? എന്തായിരുന്നു ആ 2 ഉമറുകൾക്കുള്ള പ്രത്യേകത? ആ 2 ഉമറിൽ നിന്നുള്ള ഒരു ഉമർ ഈ ദീനിലേക്ക് വന്നാലുള്ള പ്രത്യേകത എന്താണ്? 2 ഉമർ, ഒന്ന് ഖത്താബിന്റെ മകനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, മറ്റൊന്ന്
ഹിഷാമിന്റെ മകനായ അംറു എന്ന പേരിൽ അറിയപ്പെടുന്ന അബൂജഹലായിരുന്നു. അബൂജഹലിന് അബുൽ ഹക്കം എന്നാണ് അവന് നൽകിയിട്ടുള്ള പേര്. വലിയ വിധിക്കാൻ കഴിവുള്ള പ്രഗത്ഭനായ നേതാവ് എന്ന അർത്ഥത്തിന്. ഈ രണ്ട് ഉമറുകളിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ഉമറിനെ എനിക്ക് നൽകിക്കൊണ്ട്, ഈ ദീനിന് നൽകിക്കൊണ്ട്, ഈ ദീനിനെ നീ ശക്തിപ്പെടുത്തണേ എന്ന് റസൂലുള്ള ദുആ ചെയ്തു. ആ രണ്ട് ഉമറുകൾക്കുള്ള പ്രത്യേകത, അവർ മക്കയിലെ ചെറുപ്പക്കാരുടെ നേതാക്കളായിരുന്നു, യുവജനങ്ങളുടെ ലീഡർമാരായിരുന്നു. അവരെ ഏതൊരു കാര്യത്തിലേക്ക് ഇറങ്ങിയാലും യുവാക്കളൊക്കെ ഇറങ്ങും. അവരെ വളരെ വിശ്വാസമാണ്. ഏത് കാര്യത്തിലും അവരെ കണ്ടുകൊണ്ട് ഇറങ്ങാം. അവർ പാതി വഴിയിൽ വെച്ച് മടങ്ങില്ല. അവർ ബാക്കിയുള്ളവരൊക്കെ രക്ഷപ്പെടുത്തും. അവരെ വിശ്വസിച്ചുകൊണ്ട് ആ കാര്യത്തിലേക്ക് ഇറങ്ങാൻ പറ്റും. അത്ര ധീരന്മാരായിരുന്നു, വിശ്വസ്തരായിരുന്നു. ഈ ദുആക്ക് അള്ളാഹു ഇജാബത്ത് നൽകിക്കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഈ ദീനിന് നൽകി. ആ നൽകിയത് ഈ സൂറത്തുമായിട്ട് ഒരു ബന്ധമുണ്ട്. എന്താ ബന്ധം? റസൂലുള്ളാഹിയോടുള്ള കഠിന ശത്രുതയാണ് അന്ന് ഉമർ വെച്ച് പുലർത്തിയിരുന്നത്. അങ്ങനെ റസൂലുള്ളാഹിയുടെ തല മുറിച്ചെടുക്കണം എന്ന തീരുമാനത്തോടുകൂടെ വാളൂരിക്കൊണ്ട് ഉമർ റസൂലുള്ള താമസിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. വഴിയിൽ വെച്ച് ഉമർ ഒരാളെ കണ്ടു. ഉമർ, എങ്ങോട്ടാണ് ഈ വാളുമായിട്ട് പോകുന്നത്? പറഞ്ഞു, ഞാൻ മുഹമ്മദിന്റെ തല മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹം ഉള്ളിൽ ഈമാനുള്ളൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നീ നാട് നന്നാക്കുന്നതിന്റെ മുമ്പ്, മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നതിന്റെ മുമ്പ് നിന്റെ വീട്ടിലെ കാര്യം നോക്കലാ നല്ലത്. നിന്റെ സഹോദരി ഫാത്തിമയും അവളുടെ ഭർത്താവുമൊക്കെ ആ മുഹമ്മദിന്റെ പ്രസ്ഥാനത്തിലേക്ക് കടന്നത് നോക്കാനും അവരെ ഒന്ന് നന്നാക്കാനും കഴിയാത്ത നീ നാട് നന്നാക്കാൻ ഇറങ്ങുന്നത് അപഹാസ്യമാണ് പറഞ്ഞു. അദ്ദേഹത്തിൽ നിന്ന് ഇങ്ങനൊരു വാക്കങ്ങോട്ട് ചാടി. ഇത് കേട്ടപ്പോൾ ഉമറിന് വല്ലാത്ത കലി കയറി. താൻ തീരുമാനിച്ച കാര്യത്തിൽ നിന്ന് തൽക്കാലം ഒന്ന് ലീവ് എടുത്തിട്ട് നേരെ തന്റെ സഹോദരിയുടെ വീട്ടിലേക്ക് വിട്ടു. അവിടെ ചെന്ന് പുറത്തുനിന്ന് ശ്രദ്ധിച്ചപ്പോൾ അതിന്റെ ഉള്ളിലെ ആളുകൾ എന്തോ രഹസ്യമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന ശബ്ദം താൻ കേട്ടു. വാതില് തള്ളി, വാതില് മുട്ടി. സഹോദരിക്ക് മനസ്സിലായി സഹോദരനാണ് വന്നിരിക്കുന്നത് എന്ന്. പേടിച്ചുകൊണ്ട് അതിന്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ഖുർആൻ പാരായണം പഠിപ്പിച്ചു കൊണ്ടിരുന്ന ഒരാള്, അദ്ദേഹം പോയിട്ട് ഏതോ മുക്കിലോ മൂലയിലോ ഒളിച്ചു. സഹോദരി വന്നിട്ട് വാതിൽ തുറന്നു കൊടുത്തു. ഫാത്തിമ വാതിൽ തുറന്നു കൊടുത്തു. ഉമർ അകത്തേക്ക് കടന്നു. ദേഷ്യം മുഖത്ത് പ്രകടമായിരുന്നു. ഫാത്തിമയെ തട്ടിക്കയറി, നിങ്ങൾ മുഹമ്മദിന്റെ ആ മതത്തിലേക്ക് മാറിയെന്ന് കേട്ടത് ശരിയാണോ എന്ന് ചോദിച്ചുകൊണ്ട് തട്ടിക്കയറി. സഹോദരി ഭർത്താവിനെ തള്ളിയിട്ടു. എന്നിട്ട് നെഞ്ചിൽ കയറിയിരുന്നിട്ട് ആക്രമിക്കാൻ തുടങ്ങി. ധീരതയ്ക്ക് പേരുകേട്ട ആ ഉമറിനെ തടുത്തു നിർത്താനോ മാറ്റാനോ ഇവർക്ക് കഴിഞ്ഞില്ല. ഭർത്താവിനെ ആക്രമിക്കുന്നത് കണ്ട ഫാത്തിമ ഭാര്യ, സഹോദരി അങ്ങോട്ട് ചെന്നു ഉമറിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. ഉമർ ഫാത്തിമയെ തട്ടിമാറ്റി. അത് ഫാത്തിമയുടെ തലയിലാണ് ആ തട്ടുകൊണ്ടത്. ചോരോലിക്കാൻ തുടങ്ങി. ഫാത്തിമ വളരെ ധീരതയോട് പറഞ്ഞു, ഞങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടാലും ശരി, ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പിന്തിരിയുന്ന പ്രശ്നമില്ല. ധീരതയുടെ ഘനത്ത വ്യക്തമായ വാക്കായിരുന്നു അത്. അത് കേട്ടപ്പോൾ ഉമർ അങ്ങോട്ട് തന്നെ ശ്രദ്ധിച്ചു. തന്റെ സഹോദരിയുടെ ദൃഢമായ വാക്കുകളാണല്ലോ ഈ കേൾക്കുന്നത്. എന്നിട്ട് ആ ചോരയിലേക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു സഹോദരന് യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ട ആ കാരുണ്യം പുറത്തേക്ക് വന്നു. എന്റെ സംരക്ഷണം ലഭിക്കേണ്ട ഈ സഹോദരി മറ്റാരെങ്കിലും ഏതെങ്കിലും നിലക്കുള്ള ഉപദ്രവം അഴിച്ചുവിടുമ്പോൾ ഇവളെ രക്ഷപ്പെടുത്തേണ്ട ഞാൻ ഇവളുടെ ശത്രുവായിട്ടാണല്ലോ മാറിയിരിക്കുന്നത് എന്ന ഒരു ഉൾവിളി തനിക്കുണ്ടായപ്പോൾ താൻ അതിലങ്ങനെ അങ്ങോട്ട് മയങ്ങി. ഞാൻ ചെയ്തത് തീർത്തും തെറ്റാണെന്ന് തനിക്ക് തോന്നി.
അല്ല, ഉറപ്പായി. ഫാത്തിമയോട് പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ പാരായണം ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്, അതൊന്ന് എനിക്ക് കാണിച്ചു തരാമോ? ഫാത്തിമ പറഞ്ഞു, അത് വിട്ടുതരാൻ തയ്യാറില്ല, നീ അശുദ്ധനാകുന്നു, നീ പോയിട്ട് കുളിച്ച് വൃത്തിയായിട്ട് വരൂ, എന്നാൽ തരാം. കേട്ടപ്പോൾ അനുസരണമുള്ള കുഞ്ഞിനെ പോലെ ഉമർ അവിടെ നിന്ന് അടങ്ങി പോയിട്ട് കുളിച്ച് വൃത്തിയായിട്ട് വന്നു. എന്നിട്ട് ഫാത്തിമയോട് ചോദിച്ചപ്പോൾ ഫാത്തിമ പേജ് നൽകിയത് ഈ സൂറത്തുള്ള കഷ്ണമായിരുന്നു. സൂറത്തു ത്വാഹ, അതിന്റെ ആദ്യം മുതൽ ഉമർ തങ്ങൾ ഇങ്ങനെ വായിക്കാൻ തുടങ്ങി. ബിസ്മിയല്ലി, അങ്ങനെ ത്വാഹ എന്നുള്ള ആ വാക്ക് കണ്ടു. അങ്ങനെ അതിന്റെ അപ്പുറത്തേക്ക് ഇങ്ങനെ ഓതി നോക്കിയപ്പോൾ ഓരോ വചനവും അതിന്റെ മുമ്പുള്ളതിനേക്കാൾ ഭംഗി കൂടി ഇങ്ങനെ വരുന്നു. തന്റെ ഹൃദയം അതിലങ്ങോട്ട് ലയിച്ചു. ഇങ്ങനൊരു കലാമ്, ഇങ്ങനൊരു സംസാരം, ഒരു സാഹിത്യ സൃഷ്ടി ഇക്കാലം അത്രയും എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അതിലങ്ങനെ മയങ്ങി ഉമറിന് ഒരു പുതിയ പ്രഭാതം ഇവിടെ വിടരുകയായിരുന്നു. ഇത് ഏതാനും ആയത്തുകൾ അങ്ങോട്ട് ഓതിയപ്പോൾ ഉമർ തങ്ങളുടെ ഹൃദയത്തിൽ ഈമാനിന്റെ പ്രഭ നിറഞ്ഞു. ഫാത്തിമയിലേക്ക് തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു, മുഹമ്മദ് നബി എവിടെയാണുള്ളത്? നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ? ഞാൻ അദ്ദേഹത്തെ കണ്ടുകൊണ്ട് ആ ദീനിലേക്ക് പ്രവേശിക്കട്ടെ. ഉടനെ നേരത്തെ ഒളിച്ചിരുന്ന ആള് വന്നിട്ട് പറഞ്ഞു, റസൂലുള്ള ഇന്നലെ ദുആ ചെയ്യുന്നത് ഞാൻ കേട്ടിരിക്കുന്നു എന്ന് പറയും. അല്ലാഹുമ്മ അയ്യിദ് ഹാദ ദീന ബി അഹദിൽ ഉമറൈൻ. ആ സംഭവം ഈ സൂറത്തിലൂടെയാണ് കടന്നു വന്നത്. അർഹമുറാഹിമായ അള്ളാഹു നമുക്കൊക്കെ ഹിദായത്ത് നൽകുമാറാവട്ടെ. ഹിദായത്തിൽ നമ്മെ അവൻ ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. وَإِن تَجْهَرْ بِالْقَوْلِ فَإِنَّهُ يَعْلَمُ السِّرَّ وَأَخْفَى. വൈൻ തെജ്ഹർ, നിങ്ങൾ ഉറക്കയാക്കിയാൽ, നിങ്ങൾ ഇത്ര ഉറക്കെ ഓതേണ്ട ആവശ്യമില്ല. റസൂലുള്ള ഉറക്കെ ഓതിയിരുന്നു, ഖുർആൻ പാരായണം ഉറക്കെ നടത്തിയിരുന്നു. ദുആയിലും അതുപോലെ തന്നെ ഓത്തിലൊക്കെ കുറച്ച് കൂടുതൽ ഉച്ചത്തിൽ ഓതിയിരുന്നു. അത് സംബന്ധമായിട്ടാണ് വൈൻ തെജ്ഹർ ബിൽ ഖൗലി, നിങ്ങൾ ഈ ഉച്ചരിക്കുന്ന വാക്കുകൾ കൊണ്ട് നിങ്ങൾ ഉറക്കയാക്കുന്നുവെങ്കിൽ അങ്ങനെ ഉറക്കയാക്കേണ്ടതില്ല. കാരണം ഇന്നഹു, തീർച്ചയായും അല്ലാഹു തആല യഅലമു സിർറ വഅഖ്ഫ, രഹസ്യമായതിനെയും പരമരഹസ്യമായതിനെയും അള്ളാഹു അറിയും. അതുകൊണ്ട് ഇത്ര ഉറക്കെ ഓതേണ്ടതില്ല. ഒരു മിതത്വം പാലിച്ചുകൊണ്ടുള്ള ഓത്തേ ആവശ്യമുള്ളൂ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു തആല ലാ ഇലാഹ ഇല്ലാഹുവ, അവനല്ലാതെ ഇബാദത്തിന് അർഹനായിട്ട് ആരുമില്ല. നിങ്ങൾ പറയുന്ന വാക്കുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് ഇതാണ്. ഇതിനേക്കാൾ മാഹാത്മ്യമുള്ള ഒരു വാക്കില്ല. ഇബാദത്തിന് അർഹനായിട്ട് ഒരേ ഒരുത്തൻ മാത്രമേ ഉള്ളൂ, അത് അള്ളാഹു മാത്രമാകുന്നു. ലഹുവ, അള്ളാഹുവിനുണ്ട് അൽ അസ്മാഉൽ ഹുസ്ന, മെച്ചപ്പെട്ടതായ നിരവധി പേരുകളുണ്ട്. അള്ളാഹുവിന്റെ പേരുകൾ വളരെയധികം പേരുകളുണ്ട്. ഏത് പേരുകൊണ്ട് വിളിച്ചാലും അത് അള്ളാഹു ആകുന്നു. റഹ്മാൻ എന്ന പേര് നാം കേട്ടു, റഹീം എന്ന പേര് നാം കേട്ടു. അങ്ങനെ അസ്മാഉൽ ഹുസ്ന ഒരു ഹദീസിൽ തന്നെ 99 പേരുകൾ വന്നിട്ടുണ്ട്. അത് അവസാനിക്കുന്നില്ല. 4000 ചില്ലറ പേരുകൾ ഇമാം റാജി തങ്ങൾ തന്റെ തഫ്സീറുൽ കബീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അള്ളാഹുവിന് മെച്ചപ്പെട്ടതായ നിരവധി പേരുകളുണ്ട്. അവൻ ഖാലിഖാകുന്നു, റാസിഖാകുന്നു, ഖാഫിലാകുന്നു, റാഫിയാകുന്നു. അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഗുണവിശേഷണങ്ങളുടെ ഉടമയാകുന്നു അള്ളാഹു തആല. ഇങ്ങനെയുള്ള അള്ളാഹുവിനെയാണ് നിങ്ങൾ വിളിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ശബ്ദത്തിൽ ഒരല്പം പതുക്കെയാക്കിക്കൊണ്ട് ഒരു മിതത്വം പാലിച്ചുകൊണ്ടുള്ള വിളിയാണ് നിങ്ങൾക്ക് ആവശ്യമായത്. ഈ ഖുർആനിനെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ യാതൊരുവിധ തടസ്സവുമില്ല. നിങ്ങൾക്കിത് വിശ്വസിക്കേണ്ടി വരും, ഇതിലേക്ക് നിങ്ങളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ. കാരണം മുൻകാലത്ത് കഴിഞ്ഞുപോയ, അതും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ സംഭവങ്ങൾ റസൂലുള്ളാഹി ഖുർആൻ ഓതിക്കൊണ്ടിങ്ങനെ കേൾപ്പിക്കുമ്പോൾ ആ ചരിത്രങ്ങളൊക്കെ യഥാർത്ഥത്തിൽ അറിയുന്ന മുൻഗാമികളായ വേദത്തിന്റെ ആൾക്കാർ കേട്ടിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു തിരുത്ത് നിർദ്ദേശിക്കാനോ അവിടെ ശരിയായിട്ടില്ല, അവിടെ അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയാനോ ആർക്കും സാധിക്കുന്നില്ല.
അപ്പൊ ഉള്ളതുപോലെ തന്നെ പറയുന്ന ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഈ ഖുർആൻ ഓതിക്കൊണ്ട് റസൂലുള്ള നിങ്ങളെ കേൾപ്പിക്കുന്നത്. ഇത്രയും പഴക്കമുള്ള കാര്യങ്ങൾ ഇത്രയും കൃത്യമായി കൊണ്ട് ആർക്കും ഒരു തെറ്റും പിടിക്കാൻ പറ്റാത്ത രൂപത്തിൽ പറയുന്നുവെങ്കിൽ എന്തിന് ഈ ഖുർആൻ വാസ്തവമാണെന്നതിൽ സംശയിക്കുന്നു? ആർക്കും സംശയിക്കാൻ യാതൊരു കാരണവുമില്ല. കേൾക്കൂ. വഹൽ അതാക ഹദീസു മൂസ إذ رأى نارا فقال لأهلهم كثوا إني آنست نارا لعلي آتيكم منها بقبس أو أجد على النار هدى വഹൽ അതാക, അതല്ല നബിയെ തങ്ങൾക്ക് എത്തിയിട്ടില്ലേ? എത്തിയിട്ടുണ്ട്. ഹദീസു മൂസ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നിങ്ങൾക്ക് വന്നിട്ടില്ലേ? മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ ഒട്ടനവധി പ്രത്യേകതകളുണ്ട്. പല കാര്യങ്ങളും നേരത്തെ പറഞ്ഞിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്ര സംഭവം നിങ്ങൾക്ക് എത്തിയിട്ടില്ലേ? എത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹിയോട് അള്ളാഹു ചോദിക്കുകയാണ്, നിങ്ങളെ ഞാൻ തൗഹീദുമായിട്ടാണ് അയച്ചിട്ടുള്ളത്. ഈ തൗഹീദിന്റെ പ്രചരണത്തിന് വേണ്ടിയിട്ട് മുൻഗാമികളായ പല അമ്പിയാക്കളും വന്നിട്ടുണ്ട്. ആ അമ്പിയാക്കളിൽ ഒരു പ്രമുഖനാണ് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നിങ്ങൾക്ക് വന്നിട്ടില്ലേ? കാണാം. എന്താ? തൊട്ടു മുമ്പ് പറഞ്ഞു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അള്ളാഹു ആകുന്നു ഇബാദത്തിന് അർഹൻ, മറ്റാരുമില്ല. ഇത് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അമ്പിയാക്കളൊക്കെ വന്നിട്ടുള്ളത്. ആ കൂട്ടത്തിലെ പ്രമുഖനായിരുന്നു കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം. ആ മൂസാ നബി അലൈഹിസ്സലാം വന്നിട്ട് നടത്തിയ കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടതുണ്ട്. ഇത് ആ മൂസാ നബി അലൈഹിസ്സലാം കണ്ട നേരം പല പല ചരിത്രങ്ങളുണ്ട്. മൂസാ നബിയുടെ ഏത് സംഭവമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇത് റആ നാറൻ, മൂസാ നബി അലൈഹിസ്സലാം ഒരു തീനാളത്തെ കണ്ടൊരു സന്ദർഭമുണ്ട്. മൂസാ നബിക്ക് അള്ളാഹു നുബുവത്ത് കൊടുക്കുന്നതിന്റെ പ്രാരംഭമായിരുന്നു അത്. ഫഖാല, അന്നേരം മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ലി അഹ്ലിഹി, തന്റെ കുടുംബത്തോട് പറഞ്ഞു, ഉംകുസു, നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കൂ. മൂസാ നബി അലൈഹിസ്സലാം ഷുഐബ് നബി അലൈഹിസ്സലാമിന്റെ കൂടെയാണ് താമസിച്ചിരുന്നത്. നാം നേരത്തെ പറഞ്ഞിട്ടുള്ളത് 8 കൊല്ലമോ 10 കൊല്ലമോ അവിടെ കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ ഷുഐബ് നബി അലൈഹിസ്സലാമിന്റെ മകളെ വിവാഹം കഴിച്ചിട്ടുമുണ്ട്. ആ കുടുംബം മദിയൻ എന്ന സ്ഥലത്ത് നിന്ന് ഈജിപ്തിലേക്ക് വരികയാണ്. 10 കൊല്ലം മുമ്പ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയൊരു ഓർമ്മ മാത്രമാണുള്ളത്. വഴിക്കും നാടിനും പ്രദേശത്തിനുമൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ആ സ്ഥലത്തു കൂടെ രാത്രി സമയത്ത്, കൂരിരുട്ട് സമയത്ത്, അതിശക്തമായ മഞ്ഞുള്ള നേരത്ത് ചെറിയ മക്കളും ഈ കുടുംബവും തനിക്കുള്ള സമ്പത്തുമൊക്കെ ആയിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. വഴിയറിയാതെ കുടുങ്ങിയാൽ എങ്ങനെയുണ്ടാകും ഈ നട്ടപ്പാതിര നേരത്ത്? അങ്ങനെ അവരിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മൂസാ നബി പറഞ്ഞതാണിത്. എന്ത്? ഇന്നി ആനസ്തു, തീർച്ച ഞാൻ കണ്ടിരിക്കുന്നു, നാരൻ, ഒരു തീനാളത്തെ കണ്ടിരിക്കുന്നു, ഞാൻ ഒരു തീവട്ടം കാണുന്നുണ്ട്. അതുകൊണ്ട് ലഅല്ലി ആതീക്കും, നിങ്ങൾക്ക് ഞാൻ കൊണ്ടുവന്നേക്കാം, മിൻഹ, ആ തീനാളം കാണുന്ന സ്ഥലത്ത് നിന്ന്, ബി ഖബസിൽ, ഒരു ചൂട്ട് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഒരു വെളിച്ചത്തിരി കൊണ്ടുവരാം. കത്തിച്ചുകൊണ്ട് നമുക്ക് വെളിച്ചം കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ചൂട്ടോ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു തിരിയോ കൊണ്ടുവരാം. എന്നാൽ നമുക്ക് വഴി തെറ്റാതെ വഴി കണ്ടുകൊണ്ട് യാത്ര ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ കുടുംബത്തെ അവിടെ നിർത്തി. അതല്ലെങ്കിലോ ഔ അജിദു അലന്നാരി, ആ തീ കാണുന്ന സ്ഥലത്ത് ഞാൻ എത്തിക്കും, ഹുദൻ, ഒരു വഴി പറഞ്ഞു തരാൻ പറ്റുന്ന ഒരാളെ. അയാൾക്ക് തീ തരാൻ പറ്റിയിട്ടില്ലെങ്കിൽ തന്നെ മിസറിലേക്ക്, ഈജിപ്തിലേക്ക് എങ്ങനെയാണ് പോവുക എന്ന് പറഞ്ഞാൽ അയാൾ കൃത്യമായി വഴി പറഞ്ഞു തരും. അങ്ങനെയുള്ള ആളെ അവിടെ എത്തിക്കും. ഏതായിരുന്നാലും ശരി, നിങ്ങൾ ഇവിടെ നിൽക്കൂ, ഞാൻ ആ വെളിച്ചം കണ്ട സ്ഥലത്ത് പോയിട്ട് വഴി അന്വേഷിച്ചുകൊണ്ട് വെളിച്ചം കിട്ടിയെങ്കിൽ അതുമായിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ കുടുംബത്തെ അവിടെ നിർത്തിയിരിക്കുന്നു. ഫലമ്മാ അതാഹാ നൂദിയ യാ മൂസാ ഇന്നി അന റബ്ബുക ഫഖ്ലഅൻ അലൈക ഇന്നക ബിൽ വാദിൽ മുഖദ്ദസ് തുവാ. ഫലമ്മാ അതാഹാ, അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം ആ പ്രദേശത്തേക്ക് എത്തിയപ്പോൾ, ആ തീ കത്തുന്നതായിട്ട് തനിക്ക് അനുഭവപ്പെട്ട ആ സ്ഥലത്തേക്ക് താൻ എത്തിയിരിക്കുന്നു. കുടുംബത്തെ ആ പറഞ്ഞ സ്ഥലത്ത് നിർത്തി. ഔസജി എന്ന് പറയുന്ന ഒരു വൃക്ഷമുണ്ട്. അതൊരു കാറ്റാടി വൃക്ഷം പോലുള്ള ഒരു വൃക്ഷമാണ്.
അതിന്റെ അടുത്തേക്കാണ് ഇപ്പോൾ മൂസാ നബി എത്തിയിരിക്കുന്നത്. അവിടെ എത്തിയപ്പോൾ നൂദിയ തന്നെ വിളിക്കപ്പെട്ടു, യാ മൂസ എന്ന് വിളിച്ചുകൊണ്ടും, ഓ മൂസേ എന്ന് വിളിച്ചുകൊണ്ട് ഒരു ശബ്ദം കേട്ടു. ബാക്കി പറയുന്നത്, ഇനി തീർച്ചയായും ഞാൻ, അന റബ്ബുക്ക, ഞാൻ നിന്റെ നാഥനാകുന്നു. അള്ളാഹു മൂസാ നബി അലൈഹിസ്സലാമിനോട് സംസാരിച്ചതാണ്. അന റബ്ബുക്ക, ഞാൻ നിന്റെ റബ്ബാകുന്നു. മൂസാ നബി അള്ളാഹുവിനെ കണ്ടിട്ടില്ല. കാണൽ റസൂലുള്ളാഹിക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സംസാരിക്കൽ ഉണ്ടായിട്ടുണ്ട്. ഇന്നി അന റബ്ബുക്ക, ഞാൻ നിന്റെ നാഥനാകുന്നു. അതുകൊണ്ട് ഫഹ്ല നഅലൈക, നിന്റെ രണ്ട് ചെരുപ്പുകളെ നീ ഊരിവെക്കൂ. അള്ളാഹു ആദരിച്ച ഈ പ്രത്യേകമായ സ്ഥലത്ത് വെച്ചിട്ട് അള്ളാഹുമായുള്ള മുനാജാത്ത് നടക്കുന്നതിന്റെ പ്രാരംഭമായിട്ട് പറഞ്ഞു, നിങ്ങൾ വിനയം കാണിക്കണം, കാലിൽ നിന്ന് ചെരുപ്പൂരണം. കഅബ ശരീഫിനെ തവാഫ് ചെയ്യുന്ന കാലത്ത് ഇപ്പോഴും പ്രത്യേക ഉദറൊന്നുമില്ലെങ്കിൽ കാലിൽ നിന്ന് ചെരുപ്പ് ഊരിക്കൊണ്ടാണ് തവാഫ് ചെയ്യേണ്ടത്. മുൻഗാമികളൊക്കെ, ഇന്നത്തെ സൗകര്യമൊന്നും ഇല്ലാത്ത കാലഘട്ടം, മത്താഫിലൊക്കെ ചരല് മാത്രം ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതിലാണ് നടക്കുമ്പോൾ കാലിന്റെ അടിയിൽ കൂടെ ഈ ചരലിങ്ങനെ ഉരുളും, നല്ല വേദനാവും. എന്നാലും ശരി, അന്ന് ചെരുപ്പ് ധരിക്കാറില്ല അവർ. അത് വിനയം കാണിക്കേണ്ട, താഴ്മ കാണിക്കേണ്ട ഒരു സ്ഥലമാണ്. ഇതേ സംഗതിയാണ് അള്ളാഹുവിടെ നിർദ്ദേശിച്ചത്. ഫഹ്ല നഅലൈക, നിങ്ങളുടെ ചെരുപ്പ് ഊരണം. ഇന്നക, തീർച്ചയായും നിങ്ങൾ ഉള്ളത്, ബിൽ വാദി, ഒരു മലഞ്ചെരുവിലാകുന്നു, അൽ മുഖദ്ദസി, പരിശുദ്ധമായ ഒരു താഴ്വരയിലാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. ഈ താഴ്വരയുടെ പേര് നിങ്ങൾക്ക് കേൾക്കണോ? തുവ, തുവ എന്നാകുന്നു ഈ സ്ഥലത്തിന്റെ പേര്. അതുകൊണ്ട് ഈ പരിശുദ്ധമായ സ്ഥലത്തേക്ക് നിങ്ങൾ കടക്കുമ്പോൾ കാലിൽ നിന്ന് ചെരുപ്പ് ഊരിക്കൊണ്ടാണ് ഇങ്ങോട്ട് കടക്കേണ്ടത്. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാമുമായിട്ട് അള്ളാഹു സംസാരിച്ചു. മൂസാ നബി അലൈഹിസ്സലാമിന്റെ നുബുവത്തും റിസാലത്തും നൽകി, ആ പട്ടം നൽകിക്കൊണ്ട് ദഅവ രംഗത്തേക്ക് ഇറക്കിയ സംഭവമാണ് പറയാനുള്ളത്. ഇതൊക്കെ റസൂലുള്ള അങ്ങനെ പറയുമ്പോൾ ഈ പറയുന്നതൊക്കെ ശ്രദ്ധിക്കുന്ന ലോകമുണ്ട്. അതില് തൗറാത്തിന്റെ ആൾക്കാരുണ്ട്, ഇഞ്ചീലിന്റെ ആൾക്കാരുണ്ട്. അവർ പഠിച്ച ആ ചരിത്രങ്ങളൊക്കെ വള്ളിപ്പുള്ളി തെറ്റാതെ ഇങ്ങനെ കേൾക്കുമ്പോൾ അവർക്ക് ഇതിലൊക്കെ വിശ്വസിക്കാനുള്ള കാരണങ്ങളല്ലേ ഉണ്ടാവുന്നുള്ളൂ. അഹ്ലി കിതാബികൾ ഇതിന് അംഗീകാരം നൽകിയാൽ, വേദം പഠിച്ചവര് ഇതിന് അംഗീകാരം നൽകിയാൽ, ബാക്കിയുള്ളവർക്ക് അതിൽ നിന്ന് പിന്തി നിൽക്കാൻ യാതൊരു നിർവാഹവുമില്ല. അതുകൊണ്ട് ഈ പരിശുദ്ധമായ ഖുർആന് നിങ്ങൾ കേൾക്കണം, അത് സ്വീകരിക്കണം എന്ന നിർദ്ദേശമാണ് ഈ സൂറത്തു താഹ നൽകിക്കൊണ്ടിരിക്കുന്നത്. അർഹമുറാഹിമായ അള്ളാഹു യാഥാർത്ഥ്യങ്ങളെ കേൾക്കാനും അത് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാനും യാഥാർത്ഥ്യത്തിന്റെ ആളുകൾ ഒരുമിച്ച് കൂടുന്ന സ്വർഗലോകത്ത് പ്രവേശിക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ.